പത്തനംതിട്ട ജില്ലയിലെ 4 നഗരസഭകളിൽ ഒരേ ഒരു നഗരസഭയാണ് കോൺഗ്രസ് ഭരിച്ചത്. UDF ഭരണത്തിൽ തിരുവല്ല നഗരസഭയ്ക്ക് എന്ത് സംഭവിച്ചു എന്നത് അറിയേണ്ട ഒരു കാര്യമാണ്. അതറിയുവാൻ സുജുറ്റി ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്തെ ഏറ്റവും പഴക്കം ചെന്ന നഗരസഭകളിലൊന്നാണ് തിരുവല്ല നഗരസഭ. എന്നാൽ നഗരസഭയിൽ കാര്യമായ വികസനമില്ലെന്ന വിമർശനമുണ്ട്. തിരുവല്ല നഗരസഭയുടെ പ്രൈവറ്റ് സ്റ്റാൻഡിലെത്തുമ്പോൾ ചീഞ്ഞു നാറുകയാണ് ഇവിടെ. മോനെ, ഈ സ്റ്റാൻഡിലെ ഏജന്റാ ഞാൻ. ഇത് 6 വർഷം കൊണ്ട് ഈ മുടിഞ്ഞട ഇങ്ങനെ കിടക്കുക. തമാശ പറയല്ലേ, ഒരു സ്ത്രീകൾ വന്നാൽ ഒന്ന് മൂത്രമൊഴിക്കാൻ പോലും ഇവിടെ സ്ഥലമില്ല. ഇതുപോലെ വഴി കാണിക്കുന്ന ഒരു മുനിസിപ്പാലിറ്റി ഈ കേരളത്തിലില്ല. ഉള്ള കാര്യമാണ് പറയുന്നത്. ടോയ്ലറ്റ് സൗകര്യം ഇല്ല. ലേഡീസൊക്കെ വന്നാൽ അതുപോലെ ബുദ്ധിമുട്ടുക. അവരിവിടെ വന്നിട്ട് ഒരു ഓട്ടോ പിടിച്ച് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൽ പോയാണ് ടോയ്ലറ്റിൽ പോകുന്നത്. ഇവിടുത്തെ ഭരണം കോൺഗ്രസ്സാണ് ഭരിക്കുന്നത്, മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ഞാനീ നിൽക്കുന്ന കണ്ടത്തിലൊന്നുമല്ല, തിരുവല്ലയുടെ നഗരഹൃദയത്തിലുള്ള പബ്ലിക് സ്റ്റേഡിയത്തിലാണ്. ഇത്തരമൊരു സ്റ്റേഡിയം കായിക കേരളത്തിന് കുതിപ്പേകേണ്ടതാണ്. എന്നാൽ ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും, ഈ സ്റ്റേഡിയത്തിൽ വിദ്യാർത്ഥികൾക്കോ അല്ലെങ്കിൽ കായിക താരങ്ങൾക്കൊന്നും തന്നെ പരിശീലിക്കാൻ പോലും പറ്റാത്ത വിധം കാട് പിടിച്ചു കിടക്കുകയാണ്. തിരുവല്ല പബ്ലിക് സ്റ്റേഡിയം തിരുവല്ല നഗരസഭയുടെ അധികാരത്തിലുള്ളതാണ്. പത്തനംതിട്ടയിലേക്ക് എത്തുമ്പോൾ സംസ്ഥാന സർക്കാരും നഗരസഭയോട് ചേർന്ന് അതിമനോഹരമായ ഒരു സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. ഇനി കൊടുമണ്ണിലേക്ക് പോകുമ്പോൾ EMS സ്റ്റേഡിയം, അവിടെ സിന്തറ്റിക് ട്രാക്ക്, പത്തനംതിട്ട ജില്ലയിലെ കായിക താരങ്ങൾക്ക് കുതിപ്പേകാൻ അവിടെ സജ്ജമാണ്. ഇപ്പോൾ രാവിലെയും വൈകിട്ടുമൊക്കെ നിരവധി ആളുകളാണ് പരിശീലനത്തിനായി എത്തുന്നത്. ഇതാണ് തിരുവല്ലയുടെ അവസ്ഥ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPIM LDFും തിരുവല്ല നഗരസഭയിലെ വികസന മുരടിപ്പ് തന്നെയാണ് പ്രചരണായുധമാക്കുന്നത്. 100 വർഷത്തിലധികമായി രൂപം കൊണ്ട ഈ നഗരസഭയിൽ ഏറ്റവും അധികം കാലം ഭരിച്ചത് UDF ആണ്. ആ ഒരു നഗരസഭയുടെ അവസ്ഥ വളരെ മോശമാണ്. സ്റ്റേഡിയം ആണെങ്കിലും, അതുപോലെ പ്രൈവറ്റ് സ്റ്റാൻഡ് ആണെങ്കിലും, അതുപോലെ രാമപുരം മാർക്കറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് പോകുന്നത് തിരുവല്ല എത്ര വലിയ നഗരമാണ്. ആ നഗരത്തിൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല. ഇന്നും അവിടെ വന്ന് ആ ഒരു ആവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ചായ കുടിച്ച് അതിനുശേഷം അവിടെ അത്തരം കാര്യങ്ങൾ നടത്തിപ്പോണ്ട ഗതികേടാണ് തിരുവല്ലയിലെ ജനങ്ങൾക്ക്, അതുപോലെ തിരുവല്ലയിൽ എത്തുന്ന ജനങ്ങൾക്കും. അപ്പോൾ തിരുവല്ലയിൽ യാതൊരു വിധമായ വികസനത്തിൻ്റെ ഒരു മുദ്രയും തിരുവല്ല നഗരസഭയുടേതായിട്ടില്ല. അതിന് ഏറ്റവും പ്രാധാന്യം ഉള്ളത് ഇവിടെ ഭരിച്ച UDF അത് ഭരിച്ചു മുടിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ കേരളത്തിലുണ്ടായ വികസനത്തിൻ്റെ പ്രതിഫലനം ഈ തിരുവല്ലയിലുണ്ടാവാൻ. തിരുവല്ലയിലെ വികസന മുരടിപ്പ് തന്നെയാണ് LDF തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കുന്നത്. ക്യാമറമാൻ അഖിലേഷ് കൊടുമണ്ണൊപ്പം സുജുറ്റി ബാബു, കൈരളി ന്യൂസ്.